ഇവൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഷൂട്ട് ചെയ്തു പുടവ കൊടുത്ത് കഴിഞ്ഞപ്പം റെക്കോർഡിങ് ഓഫാക്കി നോക്കിയപ്പോൾ ആ റെക്കോർഡ് ചെയ്ത ക്ലിപ്പ് കാണുന്നില്ല. സോ റീസെൻ്റ്ലി ഞാൻ സോണിയുടെ A7M4ൻ്റെ ഫേംവെയർ 6.01 ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്ത ടൈമിൽ ഞാനിത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് വെബ്സൈറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് കിട്ടുന്നില്ല. റീസൺ അവർ പറഞ്ഞത് ആദ്യം ഇറക്കിയ ആ ഒരു അപ്ഡേറ്റിനകത്ത് എന്തൊക്കെയോ ബഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ക്യാമറ നേരെ അങ്ങ് ഡെഡായി പോവുക, ഫുള്ള് ബ്ലാക്ക് ഔട്ടായി പോവുക, ആ രീതിയിൽ കുറേ ഇഷ്യൂസൊക്കെ വരുന്നത് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞാനത് അപ്ഡേറ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു 1 വീക്കിന് മുകളിലായി. അത് ചെയ്തതിന് ശേഷം എനിക്ക് എന്തൊക്കെ പണികൾ കിട്ടി എന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ലാഗ്, വീഡിയോയ്ക്കല്ല ഷട്ടർ ലാഗ് അത് നല്ല പോലെ ഉണ്ട്. മീൻസ് നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്നൊരു ആ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടി എന്നുള്ളൊരു സംഭവമില്ലേ, ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. മില്ലി സെക്കൻഡ്സിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള മൊമെൻ്റ് ആയിരിക്കില്ല കിട്ടുന്നത്, ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. അതിനി വേറെ എന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ച് ആണോ എന്നുള്ളത് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരുന്നു. അപ്പം ഓട്ടോ ഫോക്കസിൻ്റെ സെറ്റിങ്സ് ഗിംബലിൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറിപ്പോയിട്ട് സാധനം അങ്ങ് കറങ്ങി അങ്ങ് പോകുമായിരുന്നു. സോ ഷട്ടർ ലാഗ് ഓട്ടോ ഫോക്കസിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് സിംഗിൾ ഷോട്ട് ഓഫ് ആക്കി നോക്കിയപ്പം ആ ഇഷ്യൂ എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തു, എന്നാലും ഒരു ചെറിയൊരു ഇഷ്യൂ പോലെ ഫീൽ ചെയ്തു. അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് റീസെൻ്റ്ലി ഞാനൊരു ഗരുഡൻ തോക്ക് കാണാൻ വേണ്ടി പോയായിരുന്നു. അതിൻ്റെ ഷൂട്ട് ചെയ്ത് വീഡിയോ ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. സോ അത് പോയപ്പോഴാണ് ഇത് ഫീൽ ചെയ്തത്. പിന്നെയുള്ളൊരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഓഫാക്കി വെച്ചിരിക്കുന്ന ക്യാമറ ഓൺ ആക്കുമ്പം അത് ബൂട്ടപ്പായിട്ട് വരാൻ വേണ്ടിയുള്ള ലാഗ്. ഇപ്പം ഹൈ എൻഡ് സിനിമ ക്യാമറാസൊക്കെ ആണെങ്കിൽ ഓണാക്കി വരാനൊരു ടൈം എടുക്കും. അത് നമുക്കത് പറയാം, അത് അത്രയും വലിയ സെൻസറാണ്, അത്രയും വലിയ പ്രൊസസ്സറാണ്, അത് ബൂട്ടായി വരാൻ നല്ല ടൈം എടുക്കും. പക്ഷേ ഇത് ഞാൻ മേടിച്ച സമയത്തുള്ള ബൂട്ടിംഗ് അല്ല, ഇപ്പോൾ ഉണ്ടായിരുന്ന എനിക്ക് ബൂട്ടിംഗ് ടൈം. മറ്റേത് ഓണാക്കി ഉടനെ ഓൺ ദ സ്പോട്ടിൽ ഓണായി വരുന്ന സാധനം ജസ്റ്റ് ഒരു 1 or 2 seconds എടുക്കേണ്ട സാധനം ഒരു 5 സെക്കൻഡിന് മേളിൽ ഏകദേശം ഒരു 10 സെക്കൻഡ് വരെ ചില സമയത്ത് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ലാഗ് ഇഷ്യൂ ഉണ്ട്. ഞാൻ ഓണാക്കിയിട്ട് ഫോട്ടോ മോഡിൽ നിന്ന് വീഡിയോ മോഡിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്തപ്പോൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട്. സ്ക്രീനിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ വേറെ ഒന്നുമില്ല. അത് മാറാൻ വേണ്ടിയിട്ട് ഗിച്ച് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ M3 ഈ ഇഷ്യൂ നേരത്തെ ഉണ്ടായിരുന്നു. എനിക്കെന്നാൽ ഈ ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. അവൻ പറഞ്ഞ് ലെൻസ് ഊരിയിട്ടൊന്ന് വെക്കാൻ പറഞ്ഞു. ഞാൻ യൂസ് ചെയ്യുന്നത് 35ൻ്റെ 1.8 G സീരീസ് ലെൻസ്, അതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ലെൻസ് തന്നെ. അപ്പോൾ അത് ഊരിയിട്ട് തിരിച്ചിട്ടപ്പം ആ ഇഷ്യൂ അങ്ങ് മാറി. പിന്നെ അതുപോലെ ബ്ലാക്ക് ഔട്ട് വന്നിട്ടില്ല. പിന്നെ ഈ അപ്ഡേറ്റിലല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വേറെ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആളൊരു വെഡിങ് സിനിമാറ്റോഗ്രാഫറാണ്. സോ ആളുടെ ക്യാമറയ്ക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ ഉള്ളൊരു ചടങ്ങാണ് ഈ പുടവ കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. ഇവൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഷൂട്ട് ചെയ്തു പുടവ കൊടുത്ത് കഴിഞ്ഞപ്പം റെക്കോർഡിങ് ഓഫാക്കി നോക്കിയപ്പോൾ ആ റെക്കോർഡ് ചെയ്ത ക്ലിപ്പ് കാണുന്നില്ല. പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നേരെ ഒരു എറർ കോഡ് സ്ക്രീനിൽ എഴുതി കാണിക്കുക ചെയ്തത്. ആ ഒരു ഷോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഷോട്ടും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു ഷോട്ട് മാത്രം മിസ്സായിട്ടുള്ളൂ. അത് മാത്രമല്ല 2 ക്യാമറ ഉണ്ടായിരുന്നു, അത് ബാക്കപ്പായി, അതുകൊണ്ട് സാധനം കിട്ടി. ഒരു ക്യാമറ പോയാലും മറ്റേതിലും ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം എന്ന് പറയാം. പക്ഷെ അതെന്ത് പണിയാണ്, അതെന്തോ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ചിലപ്പോൾ 2 പാർട്ടായിട്ട് ഇടും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്.